ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്നാണല്ലോ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും അടുക്കളയിലേക്ക് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ മക്കൾക്ക് ഇപ്പോൾ ഒരു ഷേക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കും. പാല് പഴം ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഡെയിലി ഇപ്പോൾ അതങ്ങനെ കഴിക്കാറുണ്ട്. അതിനകത്തേക്ക് പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു ഏത്തപ്പഴമാണ് ഞാൻ ചേർക്കണത്. ഏത്തപ്പഴം ഒരു 3-4-5 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഈന്തപ്പഴം, അതുപോലെ 2 സ്പൂൺ പീനട്ട് ബട്ടർ. നമ്മുടെ കാഷ്യൂനട്ട് പിന്നെ 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു 10 വീതം 10 കാഷ്യൂനട്ടൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ ചേർക്കാം. അങ്ങനെ നമ്മൾ പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു ഷേക്ക് പോലെ ഉണ്ടാക്കി നമ്മൾ കൊടുക്കാറുണ്ട് രാവിലെ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ പാല് പഴം എന്നൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. പിള്ളേർക്ക് കഴിക്കാത്ത പിള്ളേർ ഇത് സെപ്പറേറ്റ് കഴിക്കുകയാണ് വിഷയമില്ല. അപ്പോൾ കഴിക്കാത്ത പിള്ളേർക്ക് ഒന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി ഞാൻ കൊടുത്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ കൊടുത്തു വിടാനായിട്ട് ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും ഒരു വെണ്ടയ്ക്കാക്കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിന് കൊടുത്തു വിടാൻ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവാണ്, പഴമുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പുമാവിന് വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ എടുക്കാം. ഒരു സവോള അരിഞ്ഞ് അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ ഇത്രയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്തിനുള്ളിൽ നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മുളക് പൊടി മാത്രം, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ചാണ് മുളക് പൊടി ചേർക്കണേ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ കറി അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് വയ്ക്കുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ അതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ സവോള ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. സവോള ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഉഴുന്നിടാം കേട്ടോ, ഉഴുന്നിടാം. ഞാൻ സാധാരണ ഞാൻ ക്യാരറ്റ് എടുക്കാറുണ്ട്. അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇതുണ്ടാക്കിയപ്പോഴൊരു ക്യാരറ്റ് ചേർത്ത് പിന്നെ ഞാനതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 പിടി പിന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്തെ തേങ്ങ ചിലപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ ഇങ്ങനെയും ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനാണ് ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാറ്. നമുക്ക് ആവശ്യത്തിന് ഇത്തിരി അധികം വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ ഈ ഉപ്പുമാവിന്. പിന്നെ നമ്മൾ റവ ഇടുമ്പോൾ നന്നായിട്ടെല്ലാം നല്ല വെള്ളത്തിൽ യോജിച്ച് വരണമെങ്കിൽ ഇത്തിരി അധികം വെള്ളം ഒഴിച്ചാലാണ് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചേർക്കാറുണ്ട്. ചേർക്കാത്തവരൊന്ന് ചേർത്ത് നോക്കുക കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരല്പം പഞ്ചസാര ചേർത്താൽ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ റവ നമ്മളിടുകയാണ്. അത് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് എടുക്കുന്നത്. ഫ്ലെയിം ഒന്ന് നമ്മൾ ലോയിലേക്ക് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തെറിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിനുള്ള അത്രയും റവ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വെള്ളത്തോട് നന്നായിട്ട് യോജിക്കുമ്പോൾ കാണാം പറ്റും. ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ ഇത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് റവ പോലെ തോന്നിക്കും. അതുകൊണ്ടാണ് വെള്ളം അത്രയും ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിത്തിരി നനവോടുകൂടി ഇരിക്കും. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം അങ്ങനെ ഒഴിക്കണത് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മളൊന്ന് ഇളക്കിയെടുത്ത് നമുക്ക് മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക കറിയാണ് വെക്കണം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും ഒരു പകുതി സവോളയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മളിതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ഇടാനില്ല കേട്ടോ.
അപ്പോൾ പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണ്, മല്ലിപ്പൊടി ഇടുന്നില്ല. അപ്പോൾ നമ്മൾ വഴന്ന് വരുമ്പോൾ നമുക്കൊന്ന് നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണം മാറുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാനാവും. അപ്പോൾ നമ്മുടെ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൊക്കെ ഇട്ട് നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് നമ്മൾ കാപ്പി കുടിക്കാനിരിക്കുന്നത്. അപ്പോൾ കാപ്പി കുടിക്കാനിരിക്കുക ഇതിനിടയ്ക്ക് രാജേട്ടൻ എന്തോ എഴുതാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, കാപ്പി കുടിക്കണം നേരത്തെ എഴുതാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വൈകും എന്ന് പറഞ്ഞ് ഞാനത് പറയുമായിരുന്നു. ആ സമയത്ത് എന്തിനാ ഇപ്പോൾ എഴുതാനിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ കാപ്പിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, മീൻ വരികയാണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കാപ്പി കൂടിയൊക്കെ അതിനകം നടന്നിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കാണാനൊന്ന് ശ്രമിച്ച് ഇരിക്കണം കേട്ടോ. സമയമുള്ളപ്പോൾ കാണാനൊക്കെ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.